ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ പലപ്പോഴും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമ്മെ തടയുന്നത് സാഹചര്യങ്ങളോ മറ്റുള്ളവരോ അല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ചിന്താഗതികളാണ്. അതായത് നമ്മുടെ മൈൻഡ് സെറ്റ്. ഒരു വാതിലടഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിനർത്ഥം മുന്നോട്ടു പോകാൻ ഇനി കഴിയില്ല എന്നല്ല. ഒരു പക്ഷേ ആ വാതിൽ തുറക്കാനുള്ള താക്കോൽ നമ്മുടെ കൈവശം തന്നെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ വാതിലിനും അപ്പുറം മറ്റൊരു വാതിൽ നമുക്കായി കാത്തിരിക്കുന്നുണ്ടാകാം. ഈ തിരിച്ചറിവാണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിന്റെ അടിസ്ഥാനം. എന്താണ് ഈ മൈൻഡ് സെറ്റ്? ലളിതമായി പറഞ്ഞാൽ, നമ്മൾ ലോകത്തെയും നമ്മുടെ കഴിവിനെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ്. സ്ഥിരമായ മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ്, ഈ ചിന്താഗതിയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അവരുടെ ബുദ്ധിയും കഴിവും ജന്മസിദ്ധമാണെന്നും അതിനെ മാറ്റാൻ കഴിയില്ല എന്നുമാണ്. അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ വെല്ലുവിളികൾ ഏറ്റെടുക്കാനോ മടിക്കുന്നു. കാരണം പരാജയം സംഭവിച്ചാൽ അത് അവരുടെ കഴിവില്ലായ്മയുടെ തെളിവാണെന്ന് മറ്റുള്ളവർ പറയും എന്ന് അവർ ഭയപ്പെടുന്നു. പിന്നെ വളർച്ചാ മൈൻഡ് സെറ്റ്, ഈ ചിന്താഗതിയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും അവരുടെ ബുദ്ധിയും കഴിവും വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ്. അവർ വെല്ലുവിളികളെ അവസരങ്ങളായി കാണുന്നു. തെറ്റുകൾ പഠിക്കാനുള്ള പാഠങ്ങളായി അവർ കണക്കാക്കുന്നു. കഠിനാധ്വാനത്തിലൂടെ എന്തും നേടാൻ കഴിയും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവർത്തികൾ, ഇവയെല്ലാം നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ പ്രതിഫലനമാണ്. ഒരു വളർച്ചാ മൈൻഡ് സെറ്റ് എങ്ങനെ വളർത്തിയെടുക്കാം നമുക്ക് നോക്കാം. എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിന് പകരം പുതിയതും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യങ്ങൾ ഏറ്റെടുക്കുക. ഓരോ വെല്ലുവിളിയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ലക്ഷ്യത്തിലെത്തുന്നതിനേക്കാൾ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനത്തെയും പരിശ്രമത്തെയും അംഗീകരിക്കുക. എന്നാൽ അതിൽ തളർന്നിരിക്കാതെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പഠിച്ച് മുന്നോട്ട് പോകുക. ഓരോ തെറ്റും ഒരു പുതിയ പാഠമാണ്. പരാജയം സംഭവിക്കാം, പക്ഷേ ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുക. അതായത് മറ്റുള്ളവരുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കാൻ പഠിക്കുക. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക. എനിക്കൊന്നിനും കഴിയുകയില്ല എന്ന ചിന്തയെ ചോദ്യം ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന ചിന്ത വരുമ്പോൾ എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് സ്വയം ചോദിക്കുക. പരിമിതികളെ മറികടക്കാൻ പഠിക്കുക. തുടർച്ചയായി പഠിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ അറിവുകൾ നേടാനും കഴിവുകൾ വളർത്താനും എപ്പോഴും തയ്യാറാകുക. പുസ്തകങ്ങൾ വായിക്കുക, കോഴ്സുകളിൽ ചേരുക, വിദഗ്ധരുമായി സംസാരിക്കുക. ഓർക്കുക, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. നിരന്തരമായ പരിശീലനത്തിലൂടെയും ബോധപൂർവമായ ശ്രമത്തിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താഗതിയെ വളർത്താനും വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കാനും സാധിക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ അനന്തമായ സാധ്യതകളുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ഒരു വളർച്ചാ മൈൻഡ് സെറ്റോട് മുന്നോട്ട് പോവുക. വിജയം നിങ്ങളെ തേടിയെത്തും. എല്ലാവിധ ആശംസകളും നേരുന്നു.